ആറാടി ശരിക്കും. ഇന്ത്യൻ ടീം ആറാടി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഇത്തിരി സ്ലോ ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ശരിക്കും ആറാടി. ക്ലൈമാക്സിനെ ഒന്ന് വിവരിക്കാവോ? ക്ലൈമാക്സിൽ ജയിക്കാൻ 3 റൺ ഉള്ളപ്പോഴത്തേക്ക് നമ്മുടെ ക്യാപ്റ്റൻ വീണ്. എന്നാലും നമ്മുടെ അടുത്ത ആൾ വന്നിട്ട് പെട്ടെന്ന് കളി ജയിപ്പിച്ചു. അത് മലയാളിയായിരുന്നു എന്നുള്ളതാണ്. അതെ, മലയാളിയായിരുന്നു. അവസാനം നമ്മൾ മലയാളി ഇറങ്ങണം. മലയാളി ഇറങ്ങിയ കാര്യം നടക്കണം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്രേ ഉള്ളൂ. പിന്നെ ആദ്യ മത്സരത്തിലെ പരാജയത്തിന് ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു. പാകിസ്ഥാനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി കപ്പ് സ്വപ്നത്തിലേക്ക് മുന്നേറുകയാണ് ഇന്ത്യ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എത്ര ആവേശകരമായിരുന്നു? നല്ല ആവേശകരമായിരുന്നു. കാണാൻ നല്ല ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് അവിടുന്ന് ഇപ്പം ഇത്രയും ദൂരത്തെ ഇന്റർനെറ്റ് സിറ്റിയിൽ നിന്ന് കരാമയെന്നല്ല ഞങ്ങളെല്ലാം ഇവിടെ വന്ന് ഇത് കാണാൻ വേണ്ടി വന്നത്. എന്തായാലും പാകിസ്ഥാനെതിരെ നമ്മൾ ജയിച്ചതിൽ ഏറെ സന്തോഷം. നല്ല ആവേശകരമായ മത്സരമായിരുന്നു. ഇപ്പോൾ ബാറ്റിംഗ് വിലയിരുത്തുകയാണെങ്കിൽ ഷെഫാലിയുടെ ഒരു 32 റൺസ്, ലാസ്റ്റ് ഈ മലയാളിയായ സഞ്ജന സജയനാണ് 2 റൺസ് ബാക്കി നിൽക്കുക ബാറ്റ് ചെയ്ത് വിജയത്തിലേക്ക് നയിച്ചത്. അതിനു മുമ്പ് ക്യാപ്റ്റൻ ഒരു പരിക്കുണ്ടായി. ആ നിമിഷത്തെ എങ്ങനെ കാണുന്നത്? ആ ഒരു നിമിഷം നമ്മൾ വിചാരിച്ചു, അവസാന സമയമായപ്പോൾ നമ്മുടെ വിക്കറ്റ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ പരാജയപ്പെടുന്നത്. ഏറെ സന്തോഷമായിട്ട് നമ്മൾ ലാസ്റ്റ് നിമിഷം നമ്മൾ ജയിച്ചിരിക്കുന്നു. ഏറെ സന്തോഷം. പേര്? ജോബിൻ. എങ്ങനെ മത്സരത്തെ മൊത്തത്തിൽ കാണുന്നത്? ഓക്കെ. How did you evaluate today's match? It was nice, very entertaining, and this is the first time I've come to the stadium, and it was very entertaining along with my colleagues and friends. India played, and both the teams played really well, and India played well. That's the reason they have won. We are very happy for that. എന്താ പേര്? എൻ്റെ പേര് സുഹൈൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ മത്സരം? മാച്ച് കുഴപ്പമില്ലായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ കുറച്ച് എന്താ പറയുക, ഒരു സ്ലോ ബേസിലാണ് പോയത്. അത്യാവശ്യം നല്ല കണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇന്ത്യൻ ഫാൻസിന് വേണ്ടി എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ആറാടി ശരിക്കും. ഇന്ത്യൻ ടീം ആറാടി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഇത്തിരി സ്ലോ ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ശരിക്കും ആറാടി. ക്ലൈമാക്സിനെ ഒന്ന് വിവരിക്കാവോ? ക്ലൈമാക്സിൽ ജയിക്കാൻ 3 റൺ ഉള്ളപ്പോഴത്തേക്ക് നമ്മുടെ ക്യാപ്റ്റൻ വീണ്. എന്നാലും നമ്മുടെ അടുത്ത ആൾ വന്നിട്ട് പെട്ടെന്ന് കളി ജയിപ്പിച്ചു. അത് മലയാളിയായിരുന്നു എന്നുള്ളതാണ്. അതെ, മലയാളിയായിരുന്നു. അവസാനം നമ്മൾ മലയാളി ഇറങ്ങണം. മലയാളി ഇറങ്ങിയ കാര്യം നടക്കണം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് മെൻസ് ക്രിക്കറ്റ് മാത്രം കാണുന്ന ആൾക്കാരാണ്. നമുക്കറിയില്ല ഇതിന്റെ ഒരു വൈബ് എങ്ങനെയാന്നുള്ളത്. 6ഉം 4ഉം ഒക്കെ ഇഷ്ടംപോലെന്ന് വെച്ചിട്ട് 6 ഒന്നും ഇല്ല. അവരെ കൊണ്ട് പറ്റുന്നല്ലേ പറ്റുള്ളൂ. 6 കാണണമെങ്കിൽ നമുക്ക് വൈകുന്നേരം 5:30 കളിയുണ്ട്. അത് കാണാൻ വേണ്ടി പോകണു. അപ്പോൾ ഇനിയുള്ള കളികൾ എങ്ങനെയാണ് കാണുന്നത്? ഇനിയിപ്പോൾ ശ്രീലങ്കയായിട്ട് 9-ാം തീയതി ഉണ്ട്, 11-ാം തീയതി ഓസ്ട്രേലിയ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇന്ത്യ കപ്പ് എടുക്കുമെന്നാണ് വിചാരം. എന്തായാലും ജയിക്കും ഇനി കപ്പ് എടുക്കാം. ആദ്യത്തെ ഒരു തിരിച്ചടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റത്തെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രമാണ്. ഓക്കെ. സ്മൃതിയുടെ ഒരു തിരിച്ചുവരും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ശരിക്കും ആൾ ഫോം ആകാൻ പറ്റില്ല. ആൾക്ക് ഷഫാലി ആയിരുന്നു ഫോമിൽ. അതന്നെ, നെക്സ്റ്റ് കളിയിൽ നമ്മൾ അതുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത മത്സരങ്ങളിലേക്ക് ഇന്ത്യക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. കപ്പിലേക്കുള്ള സ്വപ്നത്തിലേക്കാണ് ഇനി ഇന്ത്യ. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.